വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ജൂലൈ 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. നോൺ AC മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ യാത്രാനിരക്ക് കിലോമീറ്ററിന് 1 പൈസ വീതം വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസ വീതമാണ് വർദ്ധിപ്പിക്കുക. 500 കിലോമീറ്റർ വരെ സബർബൻ യാത്രക്കും സെക്കൻഡ് ക്ലാസ് യാത്രക്കും നിരക്ക് വർധന ഉണ്ടാവില്ല. 500 കിലോമീറ്ററിൽ കൂടുതലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 1/2 പൈസയായിരിക്കും വർധനവുണ്ടാവുക. അതേസമയം പ്രതിമാസ സീസൺ ടിക്കറ്റിൽ മാറ്റമുണ്ടാവില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. ജൂലൈ 1 മുതൽ തൽക്കാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുകൾക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. തൽക്കാൽ യാത്രയുടെ ആനുകൂല്യം സാധാരണ ഉപയോക്താക്കൾക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് പുതിയ പരിഷ്കാരം. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തത്കാൽ സ്കീം പ്രകാരം ആധാർ ഒതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് മാത്രമേ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റ് വഴിയോ അതിൻ്റെ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് റെയിൽവേയുടെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജൂലൈ 15 മുതൽ യാത്രക്കാർ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP ഒതൻറ്റിക്കേഷൻ്റെ ഒരു അധിക ഘട്ടം കൂടി പൂർത്തിയാക്കേണ്ടതായി വരുമെന്നും റെയിൽവേയുടെ അറിയിപ്പിൽ പറയുന്നുണ്ട്. തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ ഇന്ത്യൻ റെയിൽവേയുടെ അംഗീകൃത ബുക്കിംഗ് ഏജന്റുമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഏജന്റുമാർക്ക് തൽക്കാലം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് ആദ്യ അരമണിക്കൂർ വിലക്കുണ്ട്. AC ക്ലാസ് ബുക്കിങ്ങുകൾക്ക് രാവിലെ 10 മുതൽ രാവിലെ 10:30 വരെയും AC ഇതര ക്ലാസ് ബുക്കിങ്ങുകൾക്ക് രാവിലെ 11 മുതൽ രാവിലെ 11:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിനുകളുടെ ആധുനികവൽക്കരണം, പാത ഇരട്ടിപ്പിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം, അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾക്കായി റെയിൽവേക്ക് വൻ തുകയാണ് ചെലവാക്കേണ്ടി വരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് നേരിയ വർധനവിന് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നതും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.